ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് ക്യാരറ്റ് ജാമുൻ. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ക്യാരറ്റ് ജാമിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ 1.25 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഈ ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒന്ന് വെന്ത് വരുന്നത് വരെ, നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ക്യാരറ്റ് മിക്സ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ റവയൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു പരുവം വരെ, അതായത് പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇത് ചൂടോടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ചൂട് പോവാതെ തന്നെ കയ്യിൽ എണ്ണയോ നെയ്യോ പുരട്ടിയ ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉരുളകളൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റീമറിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചെറിയ ചെറിയ ബോളുകൾ നമുക്ക് സ്റ്റീമറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച ശേഷം ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഉരുളകൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടൊരു മിൽക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കണം. മിൽക്ക് മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാൽ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 3 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് 1 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിൽക്ക് മിക്സിന് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പൊടിയുടെ മിക്സ് കൂടി ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഈ മിക്സ് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. 1 മിനിറ്റ് വേവിച്ച ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് നമ്മുടെ കറക്റ്റ് ആ ഒരു തിക്നെസ് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിക്നെസ് കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇതാണ് കറക്റ്റ് പാകം. ഈ പാകം തിക്നെസ് എത്തിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സീഡ്സും വേണമെങ്കിൽ കുറച്ച് നട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാൻ തയ്യാറാക്കിയ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തയ്യാറാക്കിയ ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മേലെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കണം. അപ്പം ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.